CMRL എക്സാലോജിക് കേസിൽ അന്വേഷണ നടപടികൾ ശക്തമാക്കാൻ ഇഡി. മുൻമന്ത്രി മുഹമ്മദ് റിയാസ്, CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ എന്നിവർ ഇഡിയുടെ ചോദ്യമുന്നിലേക്ക് എത്തുമെന്നാണ് വിവരം. PM മുഹമ്മദ് റിയാസിനെയും CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിനെയും ഇഡി നോട്ടീസ് അയച്ച് വിളിപ്പിച്ചേക്കും. ഇഡി അന്വേഷണം നിയമപരമായി നേരിടുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിവരങ്ങൾ ഡി ബിനോയ് നൽകും. കഴിഞ്ഞ ദിവസമാണ് ED ഉദ്യോഗസ്ഥർ കോഴിക്കോടുള്ള മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയത്. രാവിലെ തുടങ്ങിയ റെയ്ഡ് ഏകദേശം വൈകുന്നേരം വരെയും നീണ്ടു നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അതുകൂടാതെ CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ എന്നിവരുടെ വീടുകളിലായിരുന്നു EDയുടെ പരിശോധന. ഈ പരിശോധനയിൽ ചില രേഖകൾ കിട്ടിയതായി ED വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിനെയൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് മുൻ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു പരിശോധന ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. കാരണം നേരത്തെയും മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിലാണ് പരിശോധന നടത്തിയിരുന്നത്. മുഹമ്മദ് റിയാസിനോടൊപ്പം കോളേജിൽ പഠിച്ചവർ, ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്ന ആളുകൾ, അത് മാത്രവുമല്ല ഈ മുഹമ്മദ് റിയാസ് മന്ത്രിയായ സമയത്ത് സംഘടിപ്പിച്ച ബേപ്പൂർ ഫെസ്റ്റ്, ആ ഫെസ്റ്റിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ച ആളുകൾ ആണ് ഈ സുഹൃത്തുക്കൾ. ഇവരുടെയൊക്കെ വീടുകളിലായിരുന്നു ED കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത്. ഇതിൽ പ്രധാനമായും ED വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് CMRൽ നിന്നും എക്സാലോജിക്കിൽ ലഭിച്ച 2.78 കോടി രൂപ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആർക്കാണ് നൽകിയത്, എങ്ങനെയാണ് ചിലവിട്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ED ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ലാക്കർ എന്ന് പറയുന്ന ഒരു കമ്പനി T വീണ നേരത്തെ തുടങ്ങിയിരുന്നു. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ED അന്വേഷിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ നേരത്തെ ED ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്, ലൈക്കർ എന്ന് പറയുന്ന സ്ഥാപനം T വീണ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം മത്സരിച്ച സമയത്ത് നോമിനേഷനിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ED ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ, അതായത് മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ തന്നെ റെയ്ഡ് നടത്തിയതും ആ റെയ്ഡിൻ്റെ ഭാഗമായി ചില രേഖകൾ പിടിച്ചെടുത്തതും. ഒപ്പം ഇപ്പോൾ മറ്റൊരു കാര്യം പുറത്തു വരുന്ന CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് നിഖിൽ. വീണയുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മറ്റൊരു അന്വേഷണം കൂടി ആരംഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ED രണ്ടുപേർക്കും, അതായത് മുഹമ്മദ് റിയാസിനും അതുപോലെ തന്നെ ഈ നിഖിലിനും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ഒരു പക്ഷേ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ED അന്വേഷണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മുൻ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് EDയെ കണ്ട് ഭയന്നോടുന്ന പ്രശ്നമുണ്ടാവില്ല, നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. BJP ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിലെ നീക്കങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. തൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് കോളേജ് കാലം മുതൽ ഒപ്പം ഉള്ള സുഹൃത്തുക്കളാണ്. അവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവർ പരമ്പരാഗതമായി ബിസിനസ് നടത്തുന്ന ആളുകളാണ്. അവരെയൊക്കെ ഇത്തരത്തിൽ വളരെയധികം ദ്രോഹിക്കുന്ന നടപടി ശരിയല്ല എന്ന് തന്നെ മുഹമ്മദ് റിയാസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ED അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധന. ഒരു പക്ഷേ ഇനിയും വീണ്ടും ഒരിക്കൽ കൂടി ഒരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ, അതോ T വീണയെ വീണ്ടും വിളിപ്പിക്കുമോ? അതിനെല്ലാം ഉപരിയായി മുഹമ്മദ് റിയാസിനെ ഇതുവരെയായും മൊഴിയെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ED വിളിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇനി മുഹമ്മദ് റിയാസിനെയും ഒപ്പം CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിനെയും ഒരു പക്ഷേ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നോട്ടീസ് നൽകി അവരുടെ മൊഴി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. എന്തായാലും ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഇത് രാഷ്ട്രീയപരമായി നേരിടും എന്ന് തന്നെയാണ്. EDയെ കാണിച്ച് ഭയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന നീക്കങ്ങൾ, പാർട്ടി നേതാക്കന്മാർക്കെതിരെ ഉണ്ടാകുന്ന നീക്കങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് ഇപ്പോൾ CPIM തീരുമാനിച്ചിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.